പൗരത്വവും ദേശക്കൂറും. ലേഖനം പിണറായി വിജയൻ. ശബ്ദം നൽകുന്നത് ആൽബർട്ട് എം ജോൺ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ ആൻഡ് DC ബുക്സ് 2021, എ DC ബുക്സ് പ്രൊഡക്ഷൻ. അധ്യായം 1. പൗരത്വ ഭേദഗതി ബില്ല്. രാജ്യത്ത് പൗരത്വ നിയമം 2019 ഡിസംബർ 9 ലോകസഭയും 11 രാജ്യസഭയും പാസാക്കിയിരിക്കുകയാണ്. ഇതിനെതിരായി രാജ്യത്തെമ്പാടും പ്രതിഷേധത്തിന്റെ അലമാലകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിഷേധത്തിൽ കേരളം ഒറ്റക്കെട്ടായി അണിനിരക്കുന്നുവെന്ന സന്ദേശം ലോകത്തിനു മുമ്പാകെ അറിയിക്കുന്നതിനാണ് ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിൽ ചെയ്ത് ഈ മണ്ണിനെ പോറ്റി വളർത്തുന്ന പ്രവാസികളായ മലയാളികളോട് സുരക്ഷയും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്നതിനുതകുന്ന നിലപാടാണ് കേരളത്തിന്റേത് എന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ കൂടിച്ചേരൽ. ഇന്ത്യ രാജ്യം ഉയർത്തിപ്പിടിച്ച മഹത്തായ മതനിരപേക്ഷ പാരമ്പര്യത്തോടൊപ്പമാണ് കേരളം എന്ന് പ്രഖ്യാപിക്കുകയാണ് നാം ഇവിടെ. നൂറ്റാണ്ടുകളോളം നീണ്ടുനിൽക്കുന്ന ചരിത്രപരമായ പ്രക്രിയയിലൂടെ വികസിച്ചു വന്നതാണ് നമ്മുടെ രാജ്യം. 2500 വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്തെ സംബന്ധിച്ച അവ്യക്തമായ ധാരണയെ നമ്മുടെ പൂർവികർക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ചരിത്രത്തിന്റെ വികാസത്തിന്റെ ഭാഗമായി രാഷ്ട്രം എന്ന സങ്കല്പവും വികസിച്ചു വരികയാണ് ഉണ്ടായത്. മതങ്ങളുടെയും ഭാഷകളുടെയും വൈവിധ്യങ്ങൾക്കിടയിലും തങ്ങൾക്ക് പൊതുവായ സാംസ്കാരിക സവിശേഷതകൾ ഉണ്ടെന്ന തിരിച്ചറിവിൽ നിന്നാണ് ആധുനിക ഇന്ത്യ രൂപപ്പെടുന്നത്. അതായത് ജനങ്ങൾ സൃഷ്ടിച്ചതാണ് ഇന്ത്യ എന്ന രാജ്യസങ്കല്പം എന്നർത്ഥം. നാം ഒന്നാണെന്ന ബോധം കൂടിയാണ് അത്. ഇത്തരം കാഴ്ചപ്പാടുകൾ വളർന്നു വന്നത് വിവിധ സംസ്കാരങ്ങളുടെ സംഗമത്തിലൂടെയാണ്. എത്രയോ ജനവിഭാഗങ്ങൾ ഈ സംസ്കാരത്തിന്റെ ധാരയിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സംസ്കാരങ്ങളുടെ സംഗമഭൂമിയായി നമ്മുടെ നാട് മാറിയത്. റോമാക്കാർ, ഗ്രീക്കുകാർ, ചീനക്കാർ, ആര്യന്മാർ, പേർഷ്യക്കാർ, തുർക്കികൾ, മുഗളന്മാർ എന്നിങ്ങനെ എത്രയെത്ര ധാരകളെ അകമേവ പേറിയാണ് നമ്മുടെ രാജ്യം വളർന്നു വന്നത്. ഭാഷയും വസ്ത്രവും ഭക്ഷണവും സംസ്കാരവുമെല്ലാം ഇത്തരത്തിലുള്ള സംഗമങ്ങളുടെ മൂശകളിലൂടെ രൂപപ്പെട്ടു വന്നതാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുകയും ഇവിടുത്തെ ജനതയെ വ്യത്യസ്ത തലങ്ങളിലൂടെ ചൂഷണത്തിന് വിധേയമാക്കുകയും ചെയ്തപ്പോൾ അവയ്ക്കെതിരായ പ്രതിരോധ മുന്നേറ്റങ്ങൾ രാജ്യത്ത് വളർന്നു വന്നു. നാടിന്റെ വൈവിധ്യങ്ങളുടെ പ്രതിഫലനമെന്നോണം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം വ്യത്യസ്ത ധാരകളുടെ മഹാപ്രവാഹമായിരുന്നു. മതനിരപേക്ഷതയുടെയും സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെയും സാമൂഹിക നീതിയുടെയും എല്ലാം പ്രശ്നങ്ങൾ അകമേവ സ്വീകരിച്ചുകൊണ്ടുള്ള മഹത്തായ ജനകീയ പ്രസ്ഥാനമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. കാഴ്ചപ്പാടുകൾ പലതായിരുന്നെങ്കിലും സാമ്രാജ്യത്വ നുകത്തിൽ നിന്ന് രാജ്യത്തിന്റെ വിമോചനമായിരുന്നു അവർ സ്വപ്നം കണ്ടത്. ആ സമര പോരാട്ടങ്ങളിലൂടെ ആധുനിക ഇന്ത്യ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. ഈ ജനകീയ മുന്നേറ്റത്തെ വർഗീയമായും വംശീയമായും ഒക്കെ തരംതിരിക്കാൻ ഒരുപാട് പരിശ്രമങ്ങൾ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ തന്നെ നടന്നു. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യം മതനിരപേക്ഷതയുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രമായി രൂപപ്പെട്ടത്. ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിലൂടെ വളർന്നു വന്ന ജനകീയ സമരത്തിന്റെ ബോധമായാണ് ആധുനിക ഇന്ത്യ ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമായി ഉയർന്നു വന്നത്. ചേരിചേരാ പ്രസ്ഥാനം പോലെ ലോകരാജ്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംവിധാനങ്ങളിലേക്കും അത് വളർന്നു വന്നു. ഇന്ത്യയുടെ ശബ്ദം ലോകം മുഴുവൻ ശ്രദ്ധിച്ചത് ഇത്തരം നിലപാടുകളിലൂടെയാണ്. അത്തരം മൂല്യങ്ങൾ എപ്പോൾ കൈയൊഴിയുന്നുവോ ആ ഘട്ടങ്ങളിലാണ് ലോകരാഷ്ട്രീയ രംഗങ്ങളിൽ നിന്ന് നാം പാർശ്വവൽക്കരിക്കപ്പെടുന്നത് എന്നും ഓർക്കണം. ഭരണഘടനയുടെ രൂപീകരണം. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ ഉയർന്നുവന്ന ജനാധിപത്യ മൂല്യങ്ങളെയും സോഷ്യലിസ്റ്റ് ആശയങ്ങളെയും സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള കാഴ്ചപ്പാടുകളെയും സ്വാംശീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടത്. അതായത് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങളാണ് അത് സ്വാംശീകരിച്ചിട്ടുള്ളത്. അതിനെ തകർക്കുന്നതിനുള്ള ഒരു പരിശ്രമത്തെയും അംഗീകരിക്കാനാവില്ല. എല്ലാ മതവിശ്വാസികൾക്കും വിശ്വാസമില്ലാത്തവർക്കും യോജിച്ച് പ്രവർത്തിക്കാനുള്ള അടിത്തറയാണ് നമ്മുടെ ഭരണഘടന. ഇന്ത്യ ഹിന്ദുരാഷ്ട്രമോ ഇസ്ലാമിക രാഷ്ട്രമോ ആകാൻ പാടില്ലെന്ന സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാടാണ് നമ്മുടെ യോജിപ്പിന്റെ അടിത്തറ. മതം, ലിംഗം, ഭാഷ, സംസ്കാരം, പ്രദേശം എന്നിങ്ങനെ
Sample complete. Ready to continue?